KSRTCയിൽ പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത്. 5 രൂപ വരെയാണ് നിരക്ക് വർധന. 13 രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് നിരക്ക് വർധന ബാധകമല്ല. 14 മുതൽ 23 രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് 1 രൂപയും 24 മുതൽ 48 രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് 2 രൂപയും വർദ്ധിക്കും. 49 മുതൽ 73 രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് 3 രൂപയാണ് വർധന. 74 രൂപ മുതൽ 98 രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് 4 രൂപയും 99 മുകളിൽ 5 രൂപയും നിരക്ക് വർദ്ധിക്കും. യാത്രക്കാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നിരക്ക് വർധന. KSRTC യാത്രക്കാരെ മുഴുവൻ ഇൻഷുറൻസിന്റെ കവറേജിൽ കൊണ്ടിരിക്കുക. KSRTC ടിക്കറ്റ് എടുത്താൽ അവരിതിന്റെ കവറേജിനകത്ത് വരിക. അങ്ങനെ ഈ ടിക്കറ്റും യാത്രക്കാരനും തമ്മിൽ അവരെ ആ രൂപത്തിൽ അതിൻ്റെ കണക്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു നല്ല ഇൻഷുറൻസ് സ്കീമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. KTDFCയിൽ നിന്ന് വായ്പയെടുക്കുന്നത് നിർത്തുന്നതിനും ധാരണയായിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സഹകരണ ബാങ്കുകളിൽ നിന്ന് 12% പലിശ നിരക്കിൽ വായ്പയെടുക്കും. ഈ ഇനത്തിൽ പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് 300 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. KSRTCയെ നവീകരിക്കുന്നതിനായി ഹഡ്കോയിൽ നിന്നും 300 കോടി രൂപ ധനസഹായം വാങ്ങും. ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശികയിൽ 2 മാസത്തേത് അടിയന്തരമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഉത്സവബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് നൽകും. വിവിധ ട്രേഡ് യൂണിയനുകൾ നടത്താനിരുന്ന പണിമുടക്ക് മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിക്കാനും ധാരണയായി. മീഡിയ 1 തിരുവനന്തപുരം.